നമുക്ക് ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ളത് കൈകളാണ്. അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാനിത് കാണിക്കുന്നുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് എനിക്ക് വളരെ നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ള ഒരു പാക്കാണ്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമായി. ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കുളിക്കാം. നല്ല സ്കിന്നിന് നല്ലൊരു വ്യത്യാസം, നല്ലൊരു സോഫ്റ്റ്നെസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ്, നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പാക്കാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഞാനിതിൽ പറയുന്നത്. ഇതൊക്കെ ആയുർവേദ കടകളിൽ കിട്ടുന്ന ആയുർവേദ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് അടുത്തുള്ള ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയുർവേദത്തിലെ പ്രധാന ഔഷധമാണ് അശ്വഗന്ധ അഥവാ അമക്കുരം. അപ്പോൾ നമുക്ക് വേണ്ടത് ആ ഒരു അശ്വഗന്ധയുടെ 1 ടീസ്പൂൺ പൗഡറാണ് നമുക്ക് വേണ്ടത്. ഇതിന് ഒരുപാട് ഗുണമുണ്ട്. ചർമ്മ സംരക്ഷണത്തിന് മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്, നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട്, നല്ല ഉറക്കം കിട്ടാൻ, മാനസിക സമ്മർദ്ദം മാറ്റാൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 1 സ്പൂണാണ് ഇതെടുക്കുന്നത്. ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടും നിറം വർദ്ധിപ്പിക്കാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. 1/2 സ്പൂൺ അമക്കുരം പൊടിയും നെല്ലിക്കാനീരിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നിത്യയൗവനം പ്രദാനം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ കഴിക്കാനും നല്ലതാണ്, അതേപോലെ നമ്മുടെ സ്കിന്നിൽ പുറമേ അപ്ലൈ ചെയ്യാനായിട്ടും ഇത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഇരട്ടി മധുരമാണ് എടുക്കുന്നത്. ഇതും നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇരട്ടി മധുരം. ഇതും നമ്മൾ തീർച്ചയായിട്ടും ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിക്കുക. ഈ 2 പൊടിയും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ച് വയ്ക്കുക. നമ്മുടെ ചർമ്മത്തിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു പൊടിയാണിത്. കരിമംഗല്യം, അതുപോലെ നെറ്റിയുടെ വശങ്ങളിലും കഴുത്തിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട്, കുറയ്ക്കാനായിട്ട് ഒക്കെ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കുത്തുകുത്ത്, ആ പ്രശ്നം മാറ്റാനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പാല് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പാൽപ്പൊടി ആയിരുന്നു ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഞാനത് ചേർത്തു. നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തുല്യ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ റോസ് വാട്ടറാണ്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഹോം മെയ്ഡ് റോസ് വാട്ടർ, യാതൊരു കെമിക്കലും ഇല്ലാത്തതാണ്. നമ്മൾ ഫേസ് പാക്ക് പൗഡേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് റോസ് വാട്ടർ കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിൽ എന്തെങ്കിലും കുരുക്കൾ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതാണ്. അലർജിക്കുള്ള സാധ്യത, ഇതൊക്കെ മാറാനായിട്ട് കൂടി ഗുണകരമായിട്ടുള്ളതാണ് കേട്ടോ റോസ് വാട്ടർ. അപ്പോൾ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് തരാം. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്കൊരു ഫേസ് പാക്കായിട്ട് അല്ലെങ്കിൽ ബാത്ത് പൗഡറായിട്ട് ഒക്കെ ഉപയോഗിക്കാം. വിയർപ്പ് നാറ്റം അകറ്റാനായിട്ട് ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം, നനച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നമുക്കൊരു ബാത്ത് പൗഡറായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ രീതിയിൽ അപ്ലൈ ചെയ്യാം. ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി കളയുക. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ഫേസ് പാക്ക്. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ആയുർവേദിക് പാക്ക് നമ്മളൊരു കയ്യിലാണ് ഇട്ടത്. ആ കൈക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ്സാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ ഇതിനു മുമ്പ് അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ സോപ്പിന് പകരമായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ കൈയുടെ കാര്യമാണ് പൊതുവേ ശ്രദ്ധിക്കാതെ. ഫേസിൽ ഓരോന്നൊക്കെ തേക്കും കാര്യങ്ങൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈക്കാണെങ്കിൽ മോയ്സ്ചറൈസറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. എന്നാലും നമ്മുടെ കൈയുടെ ചർമ്മത്തെ നമ്മൾ പരമാവധി ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാതെ കയ്യിൽ തന്നെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ ഈ ഉണ്ടാക്കിയ പാക്ക് കൊണ്ട് നമുക്ക് കയ്യിലും അതേപോലെ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇതുപോലെ നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ബൈ ആനി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട്, ലൈക്ക് ചെയ്യാനായിട്ടും ഒക്കെ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.